നടത്തുന്ന യൂത്ത് മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി ദൈവമഹത്വത്തിനായി ഒരുക്കിക്കാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ വെളിപ്പെട്ട് നിൽക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God, glory to God, glory to God. കർത്താവിന്റെ മഹത്വം. ഒരു വിശുദ്ധ പകൽക്കാലമുണ്ട് ദൈവസന്നിധാനത്തിൽ കൂടി വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പുതിയ ആഴ്ചയുടെ കാലം നാം ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കുന്നു. കഴിഞ്ഞ പോയ ആഴ്ച ദിനങ്ങളിൽ നമ്മെ പരിപാലിച്ചു നാം ആയിരക്കണക്കിന് നമ്മളെ സൃഷ്ടിച്ച കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ സൗഖ്യത്തോടെ, ഹല്ലേലൂയ, ബലത്തോടെ, ആരോഗ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധാനത്ത് ഞങ്ങൾ അടുത്ത് വരുന്നു. ഇന്ന് പകൽക്കാലവും തിരുപാദപടി അടുത്ത് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ കൂട്ടായ്മയെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആരാധനയിലുടനീളം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടിയെടുത്ത് എല്ലാവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഈ ആരാധന നിലകൊള്ളുവാൻ കർത്താവ് ഇടയാക്കണം. ദൈവിക ശക്തിയിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെടുമാറാകട്ടെ. ആരാധന യൂത്ത് മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം വലിയൊരു ദൈവപ്രവൃത്തി, ഹല്ലേലൂയ, ശുശ്രൂഷയിലുടനീളം വെളിപ്പെടുവാൻ, ദൈവവചനത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. അനുഗ്രഹീതമായി പകൽക്കാലം ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. പ്രാരംഭത്തിൽ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തിന്റെ ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധമായ നാം ഉയർത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കൂടെ നമുക്ക് ദാനമായി തന്നെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നാം അവന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര വാർത്തപ്പെടുത്തിയാലും മതി വരികയില്ല. നമുക്ക് ചെയ്യുന്ന സകല ഉപകാരങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ആ നല്ല സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ അയങ്ങമില്ലാത്ത കൃപ എത്ര എണ്ണി നന്ദി പറഞ്ഞാലും തീരാത്തതാകിയ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവരും കൂടി ചേർന്ന് സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനും സ്തോത്രം എന്നുള്ള ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനും സ്തോത്രം പ്രിയ യേശു
ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യഹോവ ദൈവമായി, ഹല്ലേലൂയ, തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വിശുദ്ധ ജനമായി, ഹല്ലേലൂയ. കർത്താവിന്റെ ജനത്തെ തിരഞ്ഞെടുത്തപ്പോൾ, ഹല്ലേലൂയ, നാം വിദേശത്ത് പരദേശികളാണ്, ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ നാം ഭാഗ്യശാലികളാണ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മുടെ സങ്കേതമായി, നമ്മുടെ ബലമായി നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ കൂട്ടുവരുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്, ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം എന്നുള്ള പാട്ട്, ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവർക്ക് നമ്മുടെ ദിവ്യസങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. അവർക്ക് നമ്മുടെ ദിവ്യസങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാടിയ ആകയാൽ നാമിനി ഭയപ്പെടുന്നില്ല. ആകയാൽ പാടിയ ആകയാൽ നാമിനി ഭയപ്പെടുന്നില്ല. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവൻ ഈ കാലത്തിൽ അവമാനത്താലും അവകാശമെന്നോ തിരികണം. അവൻ ഈ കാലത്തിൽ അവമാനത്താലും അവകാശമെന്നോ തിരികണം. അവനായി കർത്തനായി യേശുവിൽ തേജസ്സും ആനന്ദായി ഉള്ളവായി വരണം. അവനായി കർത്തനായി യേശുവിൽ തേജസ്സും ആനന്ദായി ഉള്ളവായി വരണം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം.
സഹോദരനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ Hallelujah. Glory to God Jesus. We praise you Jesus. Hallelujah. Amen. കർത്താവേ സ്തോത്രം. Most loving gracious Father, on the Sunday morning, Lord, Father, Jesus, thank you for giving us Hallelujah. Hallelujah. In the name of Jesus. Father, thank you for leaving everything behind and dying for us sins on the cross. I give you the wonderful gift of salvation, Lord, Father Jesus. So, Lord, today I pray that you forgive us for all our shortcomings, Lord, Father Jesus. Please do not let it hinder the blessings that you pour out in our church, Lord, Father Jesus. Oh, Lord Jesus, I pray for our service, Lord, Father Jesus. Oh, Lord Jesus, from the Sam training, Lord, Father Jesus, for the kids' memory was, Lord Jesus, to the testimony and the meeting message also, Lord, Father Jesus. And also for our white meeting, Lord, Father Jesus. I submit everything into your hands, Lord Jesus. Throughout this whole service, God, see your Holy Spirit, Lord, Father Jesus. Especially I pray for all the prayer requests that our church has put forward, Lord, Father Jesus. For all our believers, Lord, Father Jesus, who are going through any kind of difficulties, also, Lord, Father Jesus. I pray that you give a complete healing to them, Lord, Father Jesus. And also, Lord, Father Jesus, for all thanks for blessing our pastor and his family to come back safely over here, Lord, Father Jesus. I pray for all the prayer requests, Lord, Father Jesus, for all the other matters that our church has put forward. I pray that you answer them according to your time and according to your will. Throughout this whole service, God, see your Holy Spirit. In Jesus' name I pray. Amen. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. 103-ാം സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 103. We'll read that psalm responsibly and give glory to God. Hallelujah. നൂറ്റിമൂന്നാം സങ്കീർത്തനം Psalm 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയതക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശിയെയും തന്റെ പ്രവൃത്തികളെ സ്വയമക്കളെ അറിയിച്ചു. അവനെല്ലായ്പ്പോഴും ഫലിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തിൽ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അവന്റെ ഇഷ്ടം ചെയ്ത ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈനികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആത്മത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളിലെ യഹോവയെ വാഴ്ത്തുകയും എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പകൽക്കാലം ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ഹൃദയമായി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധികളെ കൂട്ടിവരുത്തിയ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസല്ലാരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധ്യത്വം അനുഗ്രഹിച്ച ദൈവം തുടർന്ന് നിമിഷങ്ങളിലും അവിടുത്തെ സാന്നിധ്യത്താൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ വഴി നടത്തണമേ. സംഗീതത്തിലൂടെ ഞങ്ങളോട് ഇടപെടുവാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കഴിഞ്ഞുപോയ ആഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ എത്ര കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാനം മഹത്വമൊക്കെ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ട ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദൈവമഹത്വം നിലനിൽക്കുന്ന ഈ പകൽക്കാലം ദൈവസന്നിധാനത്തിന് അടുത്ത് വന്ന കർത്താവെ ആരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും ദേശത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ
സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാവീദിന്റെ ഒരു സങ്കീർത്തനം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന, കർത്താവോടുള്ള ദൈവത്തോടുള്ള ബന്ധം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 103-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. 13-ാം വാക്യം. സ്തോത്രം. Praise the Lord. Hallelujah. അപ്പന് മക്കളോട് തോന്നുന്ന കരുണ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. പിതാക്കന്മാരായിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഈ ഒരു അനുഭവം എന്റെ കുഞ്ഞുങ്ങളോട്, തലമുറയോട് തോന്നുന്ന ആ ഒരു ദയാവായ്പ. സ്തോത്രം. ഹല്ലേലൂയ. അത് ലോകത്ത് സ്തോത്രം മറ്റാർക്കും തോന്നാത്ത വിധം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ചിരിക്കുന്ന പിതാക്കന്മാർ. ഹല്ലേലൂയ. ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന പിതാക്കന്മാർ. സ്തോത്രം. അവരിൽ കൂടെ തലമുറയ്ക്ക് ലഭിക്കുന്നത് പോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുക. സ്തോത്രം. ഒരു ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുക. The compassion that a father shows towards his children. Hallelujah. Just like that. അതുപോലെ അപ്പന് തോന്നിയ കരുണ. സ്തോത്രം. അതേപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തന്റെ ഭക്തന്മാരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളാരാണ്? യഹോവ ഭക്തന്മാർ ദൈവത്തിന്റെ മക്കളാണ്. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ പറയാൻ കഴിയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയാൻ കഴിയും, കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ കരുണയാണ് ഹല്ലേലൂയ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുണ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിവിടെ ആയിരിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ ഉറപ്പുള്ളവർ ദൈവത്തെ ദൈവസ്ഥലല്ല നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. കർത്താവിന്റെ കരുണയാണ് ഞങ്ങൾ ദൈവസ്ഥലം നിർത്തിയിരിക്കുന്നത്. അത് ദൈവസ്ഥലം ഏറ്റു പറയണം. ഹല്ലേലൂയ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു സത്യമാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അത് വിളിച്ചു പറയുമ്പോഴാ ഹല്ലേലൂയ അപ്പനോടുള്ള ബന്ധം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. We have a father. We have a father. ഹല്ലേലൂയ. പലപ്പോഴും സ്വതന്ത്രം ഞാൻ പറയാറുണ്ട്, നാം ആരും അപ്പനില്ലാത്തവരല്ല. ഹല്ലേലൂയ. നമുക്ക് ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് അനാഥനും ഏത് തുണയില്ലാത്തവനും സ്വർഗ്ഗത്തിലെ പിതാവ് അപ്പനായി മാറുന്ന. ഹല്ലേലൂയ. ഏത് കൈവിടപ്പെട്ടവർക്കും ഹല്ലേലൂയ ദൈവം അപ്പനായി മാറുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം അത് പിതാക്കന്മാരെ ഞാൻ പറയട്ടെ, നമ്മുടെ സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അതായത് ഏറ്റവും കാതലായത് ഹല്ലേലൂയ, the most important thing is hallelujah, lead them to God the Father to experience the love of God the Father. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ അവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ഈ യഹോവയായ ദൈവത്തിന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. നമുക്ക് അവരോട് തോന്നുന്ന കരുണ, അവരോട് കാണിക്കുന്ന വാത്സല്യം, അവർക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവരെ എവിടെ എത്തിക്കണം അറിയാമോ? ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മിലെത്തിയാൽ പോരാ അവര്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ അവരെത്തണം. പ്രൈസ് ദി ലോർഡ്. നാം കാണിക്കുന്ന ഏതൊരു ഉപകാരവും ഏതൊരു സ്നേഹവും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏതൊരു കാര്യവും പ്രൈസ് ദി ലോർഡ് അവരെ എത്തിക്കേണ്ടത് ദൈവത്തിലേക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് പറഞ്ഞിട്ട് പറയാം, അടുത്ത വാക്യം പറയുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ മക്കളോട് കടന്നു തോന്നുന്നു പറഞ്ഞിട്ട് പറയുക, നമ്മുടെ പ്രകൃതി ദൈവം അറിയുന്നു എന്ന് പറഞ്ഞാൽ അപ്പന്മാരെ സ്നേഹത്തോട് വാത്സല്യത്തോട് ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിച്ച് പറഞ്ഞിട്ട് പറയുക. സ്തോത്രം. അടുത്ത വാക്യം എന്താണ്? എന്നിരുന്നാലും നമ്മുടെ പ്രകൃതി അറിയുന്നൊരു ദൈവം എന്ന് പറയാൻ നമ്മുടെ പരിമിതികൾ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന വരുന്നില്ല. നമുക്ക് മക്കൾക്ക് വേണ്ടി എല്ലാം കരുതുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ പരിമിതികൾ ദൈവത്തിലേക്കുള്ള വാതായനമായി മാറണം. എത്ര ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? നമ്മുടെ പരിമിതികളോ നമ്മുടെ കുറവുകളോ ഹല്ലേലൂയ നമ്മളുടെ ഹല്ലേലൂയ ലിമിറ്റേഷൻ ഒന്നും ഹല്ലേലൂയ സ്തോത്രം നമ്മളുടെ ഒരു കുറവായോ ഒരു പരിമിതിയായോ കാണാതെ അതൊരു സാധ്യതയെ കാണുവാൻ നമുക്ക് ഇടയാക്കി. നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കണ്ട് നാളെ വാടുന്ന പുല്ലുപോലെയാ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സമയം നമ്മുടെ തലമുറകളെ ദൈവത്തിൽ എത്തിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാളെക്കുന്നത് മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. തലമുറയെ ദൈവത്തിലേക്ക് അടുപ്പിപ്പാൻ ഹല്ലേലൂയ അത് നാളേക്ക് അവധി വെച്ച് മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. ഇന്നെന്ന പോലെ ആയുസ്സുള്ളപ്പോൾ ബലമുള്ളപ്പോൾ നമുക്ക് അവരുടെ നിയന്ത്രണമുള്ളപ്പോൾ
we shall make sure that they reach unto God. Hallelujah. അവർ ദൈവത്തിങ്കൽ എത്തുന്നുവെന്ന് നമുക്ക് ഹല്ലേലൂയ ഉറപ്പുവരുത്താൻ കഴിയും. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. സുവിശേഷത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ടല്ലോ, അത് നിങ്ങളെ ആര് സ്തോത്രം നിങ്ങളുടെ മക്കള് ചോദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ അത് കാണുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നമ്മളുടെ പിതാവ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, let us thank God for that fatherly love that he is showing upon us. Hallelujah. Praise the Lord. നമ്മെ ശിക്ഷിക്കേണ്ടതാണെങ്കിലും, ഹല്ലേലൂയ, കഠിനമായി ശിക്ഷിക്കേണ്ട തെറ്റ് നാം ചെയ്താലും അതെല്ലാം നമ്മോട് പൊറുക്കുന്ന അപ്പനെ പോലെ, ഹല്ലേലൂയ, നമ്മോട് ക്ഷമ കാണിക്കുന്ന, ദയ കാണിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനാൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനത്തിലുടനീളം ദാവീദ് പറയുന്നത് തനിക്ക് ദൈവമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച അനുഭവങ്ങളെ കുറിച്ച്. ഹല്ലേലൂയ. അത് ഓരോന്നും പറയുവാൻ പകൽക്കാലം സമയമെടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദയ അതൊരിക്കലും നിന്ന് പോകുകയില്ല. ശത്രു നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന് പറയും, ഓ ഇനി ഇത് ദൈവം ക്ഷമിക്കുന്നു, ഇന്നാളിൽ നിന്നോട് ക്ഷമിച്ചു, ഇത് നിന്നോട് ക്ഷമിക്കുകയില്ല, നീ തകർന്നു, നീ തീർന്നു. പ്രിയമുള്ളവരെ, we shall not waste away our life with that guilt feeling. Hallelujah. Praise the Lord. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന, ഹല്ലേലൂയ, ദൂർത്തുപുത്രനെ പോലെ ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവിന് അപ്പന്റെ ഭവനത്തിന്റെ വാതില്, ഹല്ലേലൂയ, വാതായ നമുക്കായി എപ്പോഴും തുറന്നു കിടക്കുക. ഹല്ലേലൂയ. It is just a matter of our decision to go back and ask for forgiveness. ദൈവസന്നിധിയിലേക്ക് അടുത്തിയെന്ന് ദൈവത്തോട്, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ അടുത്തിയെന്ന് പാപക്ഷമ ചോദിക്കുന്ന വരെ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ദുഃഖത്തിന്റെ, നമ്മുടെ വെല്ലുവിളികളുടെ, നമ്മുടെ ഭാരത്തിന്റെ, ആ കുറ്റബോധത്തിന്റെ ഒക്കെ അവധി, ആയുസ്, ഹല്ലേലൂയ, അതിനപ്പുറത്തേക്ക് ഇരു കൈകളും നീട്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കായുണ്ട്. നമുക്ക് എത്ര പേർക്ക് ആ ദൈവത്തിന്റെ ദയയെ കുറിച്ച് പാടുവാൻ കഴിയും, ആ ദൈവത്തിന്റെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും, അത് തലമുറയിലേക്ക് പകർന്നു നൽകുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നമ്മുടെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ആ ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഞാൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദയയാണ്, ഹല്ലേലൂയ, എന്ന സാക്ഷ്യം നാം പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. നമ്മുടെ നേട്ടങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫസ്റ്റ് ഹീറോ അവരുടെ പിതാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അവിടെ കൊണ്ട് തീരരുത്. അവർ നിങ്ങളെ ഹീറോ ആയി കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് മഹത്വത്തിനും കാരണക്കാരനായ, സ്തോത്രം, ആ ദൈവത്തെ പരിചയപ്പെടുത്തുക. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദാവീദ് അത് ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയും, ദാവീദിന്റെ കുടുംബത്തിനകത്ത് ഒത്തിരി പ്രതികൂലം താൻ അനുഭവിച്ചവനാ. പക്ഷെ ഒരു കാര്യം, ദാവീദ് തന്റെ തലമുറയോട്, വരുവാനിരിക്കുന്ന തലമുറയോട് യഹോവയുടെ അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ ദാവീദിനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, നിന്റെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കാതെ നിനക്ക് ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ഒരുവൻ ഇല്ലാതെ ഇരിക്കുകയില്ല. കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ്, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ടപ്പോൾ ദൈവം മാനിക്കുക ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പന്റെ ദയ, ഹല്ലേലൂയ, അപ്പന്റെ കരുണ, ഹല്ലേലൂയ, അപ്പന്റെ ദയാവായ്പ്, അപ്പന്റെ വാത്സല്യം അനുഭവിച്ചറിയുവാൻ, ഹല്ലേലൂയ, നമുക്കിടയാകുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിലെത്രയോ അപ്പുറമായി നമ്മുടെ ദൈവം, യഹോവയായ ദൈവം, ഹല്ലേലൂയ, എന്റെ ഭക്തന്മാരോട് ദയ കാണിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദയയുടെ മറവിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തലമുറയോട് അതിനെക്കുറിച്ച് വർണ്ണിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ കരുതലിനായി, അവിടുത്തെ വീണ്ടെടുപ്പിനായി ഞങ്ങളോട് കാണിക്കുന്ന ആ പുത്രവാത്സല്യം, ഹല്ലേലൂയ, അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അപ്പനെന്ന് വിളിപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കായി ഉള്ളതിനാൽ, ഓ അബ്ബ ഫാദർ, ഹല്ലേലൂയ, അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിലായിരിക്കുന്നത് അവിടുത്തെ ദയയാണ്. ഹല്ലേലൂയ. ഞങ്ങളത് വിളിച്ചു പറയുന്ന കർത്താവേ, ഈ രാഷ്ട്രകാലം മുഴുവൻ ആ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവിടുത്തെ കാവൽ ഞങ്ങളെ ആക്കണം.
പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരും. സ്തോത്രം. They will say their memory verses. കുഞ്ഞുങ്ങൾ വേഗത്തിലുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Isaiah 41:10. Fear not, for I am with you. Be not dismayed, for I am your God. I'll strengthen you. Yes, I'll help you. I'll help you with my righteous right hand. This is love for God. This is love for God, To obey His command. to obey His commands. Hear children, follow the instructions. Pay attention and gain understanding. I will teach you well. Do not abandon my instructions. Proverbs 4 verses 1 and 2. Genesis chapter 1 verse 1. In the beginning God created heaven and earth. Heavens and earth will pass away, but my words will never pass away. John 3:16. But God so loved the world, He gave His one and only Son. Whoever believes in Him shall not perish but have eternal life. Commit your way to the Lord, trust also in Him, and He shall bring it to the pass. Psalms 37 verses 5. Amen. Do not love the world or the things in the world. If anyone loves the world, the Father's love is not in him. For all is in the world is the lust of flesh, the lust of eyes, and the pride of life, which is not from the Father, which is from the world. 1 John 2 verses 15 and 16. Amen. I lift up my eyes to the hills, from where does my help come from? My help comes from the Lord who created heaven and the earth. The fear of foot shall not be moved. He who keeps you shall not slumber. Behold, he who keeps Israel shall neither slumber nor sleep. Whatever you do in word or deed, do everything in the name of the Lord Jesus, giving thanks to God our Father through Him. Colossians 3 verse 17. Psalm 3 verses 8 to 13. The Lord is compassionate and gracious, slow to anger, abounding in love. He will not always accuse, nor will He harbor His anger forever. He does not treat us as our sins deserve, or repay us according to our iniquities. For as high as the heavens are above the earth, so great is His love for those who fear Him. As far as the east is from the west, so far has He removed their transgressions from us. As the Father has compassion on His children, so the Lord has compassion on those who fear Him. Proverbs chapter 3 verses 3 to 6. Let not mercy and faith forsake you. Bind them around your neck, write them on the tablet of your heart, and so find favor and high esteem in the sight of God and men. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge Him, and He shall direct your paths. My son, do not forsake your father's commandments or forget your mother's teachings. Bind them around your heart and tie them around your neck. When you walk, they will be with you. When you talk, they will be on your tongue, and when you sleep, they will be on your mind. Do not despise the Lord's corrections, my son. Do not reject your Lord's corrections, for the Lord loves those whom He corrects, just as a father loves his son, treats his son with favor. Proverbs 3 verses 11 and 12.
The dishonest kills are an abomination to the Lord, but a just right in his delight. When pride comes, then comes shame, but in his delight, but with the humble comes wisdom. The integrity of the upright is with them, but the perversity of the unjust shall destroy them. When riches will not profit in the day of wrath. Proverbs 11 verses 1 to 4. നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേൽക്കാം. ഒരു പാട്ട് സഹോദരങ്ങൾ പാടുന്ന സമയത്ത് സ്തോത്ര വഴിപാട് നമുക്ക് ഈഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നവരുമല്ലോ. ഈഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നവരുമല്ലോ. വിശുദ്ധന്മാരുയരുന്നു, പറന്നുയരും, വേഗം വന്നിടും കാവലിനുള്ളിൽ കാണാം. വിശുദ്ധന്മാരുയരുന്നു, പറന്നുയരും, വേഗം വന്നിടും കാവലിനുള്ളിൽ കാണാം.
സ്തോത്രം സന്ദേശം നിങ്ങളുടെ മധ്യേ വേഗത്തിൽ കൈമാറ്റം ചെയ്ത് സ്തോത്രം പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്തോത്രം ഫാദേഴ്സ് ഡേ ആണ്. ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മളിലേക്ക് നൽകി തന്ന പിതാവാം ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ അനുഭവം നാം സംഗീതത്തിന്റെ പ്രബോധനത്തിൽ കേൾക്കുകയുണ്ടായി. സ്തോത്രം നമ്മുടെ വേദോസ്തം പഠിച്ചാൽ അനേക പിതാക്കന്മാർ ഭക്തന്മാരായ പിതാക്കന്മാരെ കുറിച്ച് കാണുവാൻ കഴിയും. സ്തോത്രം എന്നാൽ വേദോസ്തം അനേക അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. എന്നാൽ സ്തോത്രം ഒരു പിതാവ് എന്ന നിലയിൽ തന്റെ തലമുറയ്ക്ക് മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവത്തോടുള്ള ഭക്തിയാണ്. സ്തോത്രം ഹല്ലേലൂയ. നാം സന്ദർഭത്തിൽ കാണുന്നുണ്ട് the heritage of those who fear the Lord. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ആ ഒരു പൈതൃകം പ്രൈസ് ദി ലോർഡ് അത് തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുന്നവരാണ് ഏറ്റവും സക്സസ്ഫുൾ പേരൻസ്. പ്രൈസ് ദി ലോർഡ്. മറ്റേത് കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മൾ പലരും വിൽപത്രം എന്ന മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ വിൽ എഴുതി വെക്കുന്നവരാണ് മക്കൾക്ക് വേണ്ടി. സ്തോത്രം. മേ ബി വി വിൽ give something to them, we will write and document things for our children. സ്തോത്രം. അതൊക്കെ നല്ലതാ, തലമുറയ്ക്ക് വേണ്ടി കരുതണം. Parents shall be those people who will provide and they care for their children and keep something and provide for them and keep something after their life for their children. That is good. പക്ഷേ ഏറ്റവും വലിയ ഒരു സമ്മാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയുന്നത്, greatest gift, especially as a father, as a head of the family can give, is the fear of the Lord. ദൈവഭക്തി. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. അത് തിമോഥെയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ സ്തോത്രം കുടുംബത്തിൽ നിന്റെ പേരൻസിൽ ഉള്ളത്, മാതാവിലുള്ളത്, വല്യമ്മയിലുള്ളതെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. സ്തോത്രം. ദൈവമില്ലാത്ത ഒരു തലമുറ നമുക്ക് മുൻപിൽ വളർന്നു വരുന്നുണ്ട്. So the responsibility of the fathers as the head of the family, that is greatly increased this year. വളരെയധികം റെലവൻസ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ കുടുംബങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാണ്. Nobody wants commitment. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ വൈറ്റ് പോപ്പുലേഷൻ, വൈറ്റ് ആയിട്ടുള്ള കൊക്കേഷ്യൻ ആയിട്ടുള്ള ആ ഒരു ജാതി തന്നെ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നുള്ള സംശയത്തിലാണ്. ഇവിടെ നിറയാൻ പോകുന്നത് മറ്റ് സ്തോത്രം എത്നിക് കമ്മ്യൂണിറ്റീസ് ആണ് വർദ്ധിക്കുന്നത്, വളരുന്നത്. വേറൊരു ഇവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ മങ്ങിക്കും. അതിനൊക്കെ കാരണം എന്നറിയാമോ? സ്തോത്രം ദൈവഭക്തിയിൽ നിന്ന് മനുഷ്യർ പുറകോട്ട് മാറുന്നതാണ്. തമ്പുരാൻ വെച്ചിരിക്കുന്ന ആ പ്രക്രിയ, അതിൽ നിന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ പ്രസക്തിയെ നഷ്ടപ്പെടുത്തുന്ന, അതിന്റെ പ്രസക്തിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ജീവിത ശൈലി വെച്ചു പുലർത്തുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ വിശ്വാസ സമൂഹത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് വ്യത്യസ്തരായ നിലകൊള്ളുവാനിടെ അയച്ചിരണം. നമ്മുടെ തലമുറയ്ക്ക് മുമ്പിൽ നിലകൊള്ളുവാനിടെ അയച്ചിരണം. അങ്ങനെ നല്ല ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നത് അബ്രഹാമിന്റെ എക്സാമ്പിൾ. ഹല്ലേലൂയ. ഉദാഹരണം, ദി എക്സാമ്പിൾ ഓഫ് എബ്രഹാം. ഹല്ലേലൂയ. ഒരു വലിയ അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗമാണ് ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ വായിപ്പാൻ ഇന്ന് പകൽക്കാലം സമയത്ത് എഴുതുന്നത്. പറഞ്ഞെന്ന് പോകാം. അബ്രഹാമിനോട് ദൈവമായ യഹോവ തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാൻ പറയുന്നൊരു ഭാഗമാണ്. ഹല്ലേലൂയ. അവിടെ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് ഒരു അബ്രഹാമിനെ, ഒരു പിതാവിനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And that activity, that obedience that Abraham has shown towards God, and the faith of Abraham, that was the greatest gift that his son and all his offspring has received. അവന്റെ തലമുറ ഇസ്ഹാക്കും ബാക്കിയുള്ള ഇന്നത്തെ ഇസ്രായേൽ ജാതി മുഴുവൻ അബ്രഹാമിന്റെ മക്കളാണല്ലോ. അവർക്കെല്ലാം ലഭിച്ച ഏറ്റവും വലിയ പൈതൃകം അബ്രഹാമിന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എന്ന് അവരത് കാത്തുപുലർത്തുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണെങ്കിലും അബ്രഹാമിൽ നിന്ന് പകർന്നു നൽകിയ, ഇന്നും പുതിയ വിശ്വാസികൾക്ക് പറയാൻ കഴിയും, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമുക്കും പിതാവാ. കാരണം ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസത്തെ, അബ്രഹാം വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടതൊക്കെ നാം പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഹല്ലേലൂയ. അവിടെ നമുക്ക് പ്രധാനമായും കാണുവാൻ കഴിയുന്നത് ടെസ്റ്റ് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിനുള്ള ഒരു പരീക്ഷണമായിരുന്നു. നമുക്കറിയാം, ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം മനുഷ്യരെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നതും ശത്രുവായ സാത്താൻ നമ്മെ പരീക്ഷ നമ്മൾ ഒത്തിരി വ്യത്യാസമാണ്.
These both are totally different. ഇത് രണ്ട് തലം. ഒരിക്കലും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. അതിന് അർത്ഥം ദൈവം പരീക്ഷിക്കുന്നതെന്നല്ല. God always put us to test. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതില്ല, തിന്മ സംഭവിക്കുകയില്ല, ദോഷം സംഭവിക്കുകയില്ല. You don't think that God will never test us. അങ്ങനെ ആ വാക്യം കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ദൈവം ടെസ്റ്റ് ചെയ്യും. പക്ഷെ എന്താണ്? കറക്റ്റ് സമയത്ത് ദൈവം ചെയ്യും. നമ്മെ നന്നായി അറിയാവുന്ന ഒരു പിതാവ്, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മെ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവാണ് നമ്മുടെ ദൈവം, തക്ക സമയത്ത്. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എബ്രഹാം വാസ് എ ഗോഡ്ലി ഫാദർ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തനായ പിതാവ്, ഒരു പിതാവിന്റെ ദൗത്യം വളരെ ഭംഗിയായി ചെയ്ത ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല പരീക്ഷകളിൽ നിന്ന് അബ്രഹാം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാനുള്ള ആ പരീക്ഷയിൽ അബ്രഹാം വിജയ ശ്രീലാളിതനായി പുറത്തു വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അബ്രഹാമിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു, തന്റെ മകന്റെ മുമ്പിൽ ദൈവത്തോടുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രതികൂലമായിരുന്നു, ഗ്രേറ്റ് ടെസ്റ്റ്. It was the most difficult and challenging situation that Abraham has experienced in his life, personally speaking. മാനുഷികപരമായി വ്യക്തിപരമായി നോക്കിയാൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ അതിന്റെ മുൻപിൽ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? തന്റെ മകന്റെ മുമ്പിൽ ദൈവത്തെ ഉയർത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളി വന്നേക്കാം. But Abraham showed faith through obeying God. Hallelujah. Praise the Lord. ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ, ദൈവത്തിന്റെ പാത പിൻപറ്റുന്നതിലൂടെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പ്രതികൂലങ്ങൾ വരാം, സങ്കീർണമായ നിമിഷങ്ങൾ നമുക്ക് വരാം. പക്ഷെ ഒരു കാര്യം നാം ചിന്തിച്ചോണം, ദൈവത്തിന്റെ പാത വിട്ട് ഒരു കുറുക്കു വഴിയിലൂടെ അത് കടക്കുവാൻ നാം ശ്രമിക്കരുത്. Hallelujah. In the test of obedience, Abraham has passed it. Hallelujah. എങ്ങനെയാണ്? ദൈവത്തിലുള്ള വിശ്വാസത്താൽ. Hallelujah. എന്നെ മറ്റൊരു റിസോഴ്സുമല്ല. Hallelujah. മറ്റു യാതൊരു വിധമായ ഉപാധി തോന്നിയില്ല. സ്തോത്രം. നമ്മളിപ്പോഴും പറയാറുള്ളതാണ്, നമ്മളോടാണെങ്കിൽ നമ്മൾ ഒരാഴ്ച ഉപവാസം പ്രഖ്യാപിച്ചില്ല, കുറഞ്ഞത് ഒന്നുകൂടി ഇതൊന്ന് ഈ പ്രതികൂലം മാറിപ്പോകാൻ, അല്ലേ? നമുക്കൊക്കെ വന്ന പല പ്രതികൂലങ്ങളും ദൈവത്തിന്റെ പരീക്ഷകളാണ്. സ്തോത്രം. പക്ഷെ പ്രിയമുള്ളവരെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും മാറ്റിക്കളയേണ്ട ജാതിയല്ലത്, ദൈവത്താൽ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് പകൽക്കാലം പിതാക്കന്മാരെ ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന മാതാക്കളുണ്ട്, സ്തോത്രം, മറ്റു പ്രിയപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളാകാൻ പോകുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, നമുക്ക് നൽകാൻ കഴിയുന്ന, നമ്മുടെ തലമുറയ്ക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവത്തോടുള്ള വിശ്വാസത്തെ അവരിലേക്ക് അത് ചുമ്മാ പറഞ്ഞെടുത്തോണ്ട കാര്യമില്ല, ജീവിതം കൊണ്ട്. Hallelujah. Praise the Lord. And we can see the commitment towards the obedience. ആ അനുസരണത്തിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ്. സ്തോത്രം. അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, Abraham's obedience was thorough and complete. Praise the Lord. Hallelujah. ഏതാണ്ടൊക്കെ അനുസരിച്ചു എന്നുള്ളതല്ല, പൂർണ്ണമായ അനുസരണമായിരുന്നു അബ്രഹാമിന്റേത്. Praise the Lord. Hallelujah. ഒട്ടും അമാന്തിച്ചില്ല. Abraham obeyed God immediately, radically, totally, and unquestioningly. Praise the Lord. ചോദ്യം ചെയ്തില്ല. Praise the Lord. Hallelujah. പൊടുന്നനെ പെട്ടെന്ന് പിറ്റേനാളെ കാലത്ത്, സ്തോത്രം, രാവിലെ ഹല്ലേലൂയ കുറച്ചുകൂടെ താമസിച്ചില്ല, ഏറ്റവും നേരത്തെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, അതുകൊണ്ട് അത് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ അനുസരണത്തിന് ഒരു കരുതൽ ദൈവത്തിന്റെ വകയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ മറുഭാഗം ദൈവത്തിന്റെ കരുതൽ നമുക്ക് വേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഈ 3 ദിവസം യാത്രയായിരുന്നു. നമുക്കറിയാം, ഏകദേശം 60 മൈൽ ദൂരം യാത്ര ചെയ്തെന്നാണ് വേദപണ്ഡിതന്റെ അഭിപ്രായപ്പെടുന്നത്. 3 ദിവസത്തെ യാത്രയിൽ മോറിയ മലയിലേക്ക് പോയി. ഹല്ലേലൂയ. അവിടെ ഒന്നും കാണുന്നില്ല. ദൈവം ഈ 3 ദിവസം അബ്രഹാമിനോട് സംസാരിച്ചോ എന്ന് നാം കാണുന്നില്ല. ദൈവത്തിന്റെ ഒരു ഇടപെടലും ആ നെരിപ്പോട് പോലെ കത്തുന്ന ഹൃദയത്തോട് ആ ദിവസങ്ങൾ ഉണ്ടായതായി കാണുന്നില്ല. എന്നാൽ മോറിയ മലയിൽ
അബ്രഹാം എത്തിയപ്പോൾ ദൈവശബ്ദം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരു ഡാർക്കസ്റ്റ് ഡേയ്സ് നമ്മൾ വിചാരിക്കും, പക്ഷേ ദൈവത്തിന്റെ കരുതൽ. ഹല്ലേലൂയ. കർത്താദാസൻ കേശവൻ പ്രസംഗിച്ച് പറയാൻ കേട്ടിട്ടുണ്ട്, അബ്രഹാമും മകനും ഈ മോറിയ മലയുടെ ഒരു വശത്തൂടെ മല കയറുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ ആലോചന അനുസരിപ്പാൻ അബ്രഹാം മകനുമായി യാത്ര ചെയ്യുമ്പോൾ, ആ മല കയറുമ്പോൾ അപ്പുറത്ത് തനിക്ക് വേണ്ടിയുള്ള കരുതലും മല കയറുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലം മല കയറുന്ന ഒത്തിരി പേര് കാണാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഒക്കെ കഷ്ടപ്പെടുന്നവരും, ഹല്ലേലൂയ, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നവരാ പിതാക്കന്മാർ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാക്കിന് അനുസരിച്ചാണ് നിങ്ങൾ ഒരു ചൂടെടുക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടിയുള്ള വിടുതല്, ഹല്ലേലൂയ, നിന്റെ പ്രതികൂലത്തിന്റെ മറുവശത്ത് ദൈവം മല കയറ്റുന്നുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ഇതുപോലെ ദൈവത്തെ ആരാധിച്ചാട്ട്, കർത്താവേ, കാണാൻ മറയത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വിടുതലുകൾക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയൊക്കെ ചോദിക്കുന്നത് പോലെ ഇസ്ഹാക്കും ചോദിച്ചു. ഹല്ലേലൂയ. അപ്പാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിറകുണ്ട്, തീയുണ്ട്, കത്തിയൊക്കെ ഉണ്ട്, യാഗവസ്തു ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒട്ടും ശങ്കിക്കാതെ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവയിരേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞത് മാത്രമല്ല, ആ സ്ഥലത്തിന് യഹോവയിരേ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നമ്മൾ അന്ന് പറഞ്ഞേനെ, എന്റെ വിശ്വാസത്തിന്റെ, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ സ്ഥലം നമ്മൾ പേരിട്ടേനെ. പക്ഷെ അങ്ങനെയല്ല അബ്രഹാം ചെയ്തത്, യഹോവയിരേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കാണ് പേരിടാൻ കഴിയും, എന്റെ ടെസ്റ്റിൽ ഞാൻ ജയിച്ച ദിവസം. ഹല്ലേലൂയ, ജയിച്ച ഇടം എന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിന്റെ വിക്ടറിയുടെ സ്ഥലമാക്കി നമുക്ക് പേരിടാം, അല്ലേ? നമ്മൾ അങ്ങനെയല്ല ചെയ്യത്തുള്ളൂ. ദൈവം കുറഞ്ഞ ടെസ്റ്റ് ഒന്നും അല്ല, ദൈവത്തിന്റെ ടെസ്റ്റിലാണ് ജയിച്ചത്. പക്ഷെ ആ മലയിൽ പേരിട്ടത് അബ്രഹാമിന്റെ പേരല്ല, യഹോവയിരേ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ വിശ്വാസം അവിടെ, സ്തോത്രം, അവിടെ പരീക്ഷിക്കപ്പെട്ട് അബ്രഹാം ആ പരീക്ഷയിൽ ജയിച്ചു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ മഹത്വം മുഴുവൻ ദൈവത്തിന്. ഇതാ ഇസ്ഹാക്ക് കണ്ടുപിടിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നാം അധ്വാനിക്കുന്നതാകാം. ഹല്ലേലൂയ. നാം കഷ്ടപ്പെട്ട് കാണാം, നാം കണ്ണുനീരൊക്കെ കഴുകി കാണാം. പക്ഷെ ഒന്നിലും നമുക്ക് പുകഞ്ഞു വരേണ്ട വരരുത്. നമ്മുടെ തലമുറയുടെ മുമ്പില് നാം ഒന്നും പുകയെ പറയരുത്. നമ്മെ ആ ഒരു മനുഷ്യനെ അല്ലെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം ഒരു മനുഷ്യനെ വരേണ്ട വരരുത്. ഹല്ലേലൂയ. തലമുറയ്ക്ക് മുൻപിൽ നീ ദൈവത്തെ ഉയർത്തണം. ഹല്ലേലൂയ. പ്രിയപിതാക്കന്മാരെ, ഹല്ലേലൂയ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹീറോസ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്കൊരു ഹീറോയെ പരിചയപ്പെടുത്തുവാനുണ്ട്. നമ്മുടെ ദൈവമാണ്, നമ്മുടെ പിതാവ്, ഹല്ലേലൂയ, സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിനെ ഹല്ലേലൂയ നമ്മുടെ തലമുറയ്ക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. അബ്രഹാമിന്റെ എക്സാമ്പിൾ അതാ. ഹല്ലേലൂയ. അബ്രഹാം നൽകുന്ന, ഹല്ലേലൂയ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അതാ. ഹല്ലേലൂയ. Praise the Lord. God's provision towards Abraham's, hallelujah, obedience. And also, it is not ending there. ദൈവം കരുതിയത് മാത്രമല്ല, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. Praise the Lord. Hallelujah. ആ പരീക്ഷയെ ജയിച്ച അബ്രഹാമിന് അനുഗ്രഹത്തിന്റെ വാക്ക് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുകയാണ്. നിന്റെ തലമുറ കടൽക്കരകളിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്നെ സേവിക്കുന്ന ഒരു കൂട്ടം നിന്നിലൂടെ എഴുന്നേൽക്കുമെന്ന് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുക. നിങ്ങൾ ഭാരതത്തിൽ പോയി വായിച്ചാൽ മതി. അധ്യായത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ, അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവം വലിയൊരു വചനത്താൽ he is blessing Abraham with his word. ഹല്ലേലൂയ. അതുവരെ വെളിപ്പെടാത്ത, 3 ദിവസം വെളിപ്പെടാത്ത ദൈവത്തിന്റെ വചനം മോറിയാ മലയിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിന്റെ അവസാന ക്ലൈമാക്സ് ദൈവിക അനുഗ്രഹത്തിലാണ് കലാശിച്ചേ. പ്രൈസ് ദി ലോർഡ്. അന്ന് അനുഗ്രഹിച്ച അനുഗ്രഹം ഇന്നും നിലനിൽക്കുകയാണ്. ഒരു തലമുറ കൊണ്ട്, ഒരു കാലഘട്ടം കൊണ്ട് അവസാനിച്ചില്ല. ഇന്നും ഇസ്രായേൽ എന്ന ദേശം, ജാതി അനുഭവിക്കുന്ന അനുഗ്രഹം അന്ന് മോറിയാ മലയിൽ വെച്ച് ദൈവം നൽകിയ അനുഗ്രഹമാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ ഭാരങ്ങളുടെ നടുവിൽ, നമ്മുടെ ഒറ്റപ്പെടൽ നടുവിൽ നാം കൈമാറ്റം ചെയ്യുന്ന ഒരു മാതൃകയുണ്ട്. ഹല്ലേലൂയ. അത് ഒരു തലമുറ കൊണ്ട് മാറിപ്പോകത്തില്ല, ദീർഘകാലം നിൽക്കും. അവസാനമായി ഞാൻ പറയട്ടെ, നമ്മുടെ അനുസരണത്തിന് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കുന്നത് അബ്രഹാമിനേക്കാൾ അപ്പുറമായി നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, സ്തോത്രം, എങ്ങനെ അനുസരണമുള്ളവനായി തീർന്നത്? ക്രിസ്തുവേശുള്ള ഭാവം തന്നെ
നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വതദാസരൂപമെടുത്തു. മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത ദൗത്യത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചു പറയുകയാണ്. പിതാവാം ദൈവത്തോട് അനുസരണം കാണിച്ചൊരു പുത്രൻ. ഹല്ലേലൂയ. മരണത്തോളം അനുസരണം കാണിച്ചൊരു പുത്രൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം ആരും പ്രാണത്യാഗത്തോളം അതിൽ വന്നിട്ടില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ചവനെ വെടിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തോട് അവൻ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവവും തന്നെ എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി. God exalted him. പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ പ്രകാരം വാക്കുണ്ട്. ഹല്ലേലൂയ. ബലമുള്ള ദൈവത്തിന്റെ കയ്യിൽ താണിരിപ്പി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തട്ടെ. പ്രിയമുള്ളവരെ, അതിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അനുസരണം. ദൈവത്തെ അനുസരിക്കുന്നത്. മറ്റെല്ലാ സാഹചര്യങ്ങളും നമുക്കെതിരാണെങ്കിലും ദൈവത്തെ അനുസരിപ്പാൻ നമുക്കിടയായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് വളരണം. എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ അപ്പച്ചൻ, എന്റെ അമ്മച്ചി അവർ ദൈവത്തെ അനുസരിക്കുന്നവരാ. ഓ, ലോകം മുഴുവൻ എതിർന്നാലും അവർ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരാ എന്ന് നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകണയായിരുന്നു. ആ മാതൃക കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ നമുക്ക് ഇന്ന് പകൽക്കാലം ഇടയാക്കുന്നല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവശബ്ദം കേട്ട് അതനുസരിപ്പാൻ, ഓ കർത്താവ് ഇതാ വഴി എന്ന് പറഞ്ഞപ്പോൾ അതനുസരിപ്പാൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് കർത്താവ് ഭാഗ്യത്തിനായി ആ പാദം പിൻപറ്റുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ തലമുറയും ആ പാദം പിന്തുടരട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ പിതാക്കന്മാർക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ പൈതൃകം കൈമാറ്റം ചെയ്യുന്ന നല്ല അനുഭവങ്ങളെ ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് നൽകേണ്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെടുന്ന സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വചനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ വായിച്ചുവിട്ട ഒന്നാം ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി. എല്ലാ കൃപയ്ക്കായും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നോട് സ്തോത്രം. അങ്ങയുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിയല്ലോ. നന്ദിയോട് സ്തോത്രം. കർത്താവേ, അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മനഃപ്പാഠവാക്യങ്ങൾ ദൈവസ്ഥനെ അറിയിപ്പാൻ ഇടയാക്കിയല്ലോ. അവരുടെ വെക്കേഷൻ ടൈമിൽ ദൈവം അവരെ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ. കർത്താവേ, അവിടുത്തെ ആകർഷണ വലയത്തവരെ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി വീക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇന്ന് സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ മുറ്റുമായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, സഭയായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളെ പിന്നെ സഹായിക്കണമേ. ഇന്ന് പോൽക്കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. കർത്താവേ, അബ്രഹാമിനകത്ത് തന്റെ കുഞ്ഞുങ്ങളിൽ പകർന്ന വിശ്വാസം പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ മുന്നേറി ദൈവകൃപയിൽ വളർന്നു വരുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ പ്രസാദിച്ച് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നാട്ടെന്ന് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നടക്കുന്ന വൈപ്പിയെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അതിൽ പങ്കുകൊള്ളുന്നത് അവരെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും എന്റെ ദൈവത്തിന്റെ നാമം അടിയങ്ങളിൽ മഹത്വമെടുപ്പാനിടയാക്കണമേ. കർത്താവേ, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. So just one reminder before we go ahead with the YPO for this month. We have a talent test coming up. So I have received around 10 entries for that. I would encourage you. And if anybody has got difficulty in accessing the forms, Google Forms,
I have kept a hard copy over in the back of the church. You can enter your names and your group. If it is for group participants, you can enter the group name and you can enter those details there. So I only have received 10 entries, so I request you all to participate with whole heart and please pray for it. And God has led this ministry so far wonderfully. I thank God for that. And for the further program, I would like to call upon Brother Roy. But before that, I would like to wish all the fathers a happy Father's Day. May God bless you. And even though it is not that glamorous as Mother's Day, but we are grateful for this responsibility which God has given us. Praise God. And please welcome Brother Roy Varghese for the rest of the program. Praise God. Praise the Lord. Thank the Lord for this opportunity and for the person who nominated me. I don't remember. So I'd like to start off today's YP with a prayer. So we can have Evangelist Abraham Matthias pray for the meeting. പിതാവേ നന്ദിയോടൊക്കെ അങ്ങയെ വാഴ്ത്തുന്ന കർത്താവേ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളാൽ ഞങ്ങൾ ഒരുമിച്ച് പാതവിടെ ആയിരിക്കാൻ അങ്ങയെ ആരാധിക്കാനൊക്കെ തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾക്ക് നന്നതിനായി സ്തോത്രം. തുടർന്ന് വൈപ്പിയ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രതികാല ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. പ്രോഗ്രാം ഏറ്റിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ പാതവിടെ സമർപ്പിക്കുന്നു. ഓരോരുത്തരിലും പകർന്നിരിക്കുന്ന താലന്ത് വിശ്വസ്തയോടെ അത് കൈകാര്യം ചെയ്യുവാൻ, അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാക്കണമേ. ആദ്യ അവസാനം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലിരുത്തണം. കൃപ പൊതിഞ്ഞ് കാക്കണം. പ്രാർത്ഥന അപ്പച്ചൻ കേട്ടതിനായി സ്തോത്രം. യേശു അപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Amen. So to start off with, we have a song from Feba and Sam. My love goes on in a song of brother's lamentation. I either real or far of him, there is a new creation. Through immortal strife, I hear its music ring. It's such an echo in my soul. How can I keep from singing? Although the tempest and the roar, I hear the truth slipping, and though the darkness round me falls, songs in the night and giving, no storm can shake my inmost calm. Why do they rock unclean? Since love is Lord of heaven and earth, how can I keep from singing? When torrents tremble in their feet, and hear the death knell ringing, when friends rejoice both far and near, how can I keep from singing? In prison cell and dungeon foul, our thoughts to them are winging. When friends by shame are defiled, how can I keep from singing? How can I keep from singing? Thank you. Now we have a short message from Joseph Rock Thomas.
start with a little guessing game. What do you think I have inside this bag? Do you think it's a phone? Do you think it's a phone? Maybe a chocolate? How about a book? Well, what if I told you there was a cookie inside? Would you believe me? No. Well, how could you know for sure? Well, I guess I could prove it to you. Okay, here it is. Looks like a cookie, right? But what if I didn't take it out of the bag? You'd have to trust me and believe it was a cookie, even if I wouldn't say it. Even if you couldn't see it. You'd have to have faith that I was saying the truth. Do you know what faith means? The Bible talks about faith, and it says some great things about people who demonstrated faith. The Bible says in Hebrews 11:1, and can someone please read that? Which one? Hebrews 11:1. Having faith means that we believe even if we cannot be 100% sure. Can we see God? Not necessarily. We see evidence of what He's done and what He continues to do. But we cannot always see His face, or with and touch Him with our bodily hands. Faith means we know He's still there and that He does wonderful things. The Bible talks about people who demonstrated faith. There were people like Noah, who built an ark for a flood that hadn't even started yet, or Enoch, who walked faithfully with God for 300 years, or Rahab, when she trusted God when her whole city was falling apart, or Peter when he was walking on the water. And we can be like those heroes of faith too. Let's look into Abraham's life. The Bible talks about many instances where Abraham stayed there, who is often called the father of faith. He left everyone he knew and left everything he had to go to a place where God showed him, and he was ready to sacrifice his son at God's command. But do you know the truly special thing? We don't have to do anything special to have faith. It does not depend on us or any sort of actions we do. Faith is not about us. It's about God. It's what He's already done and what He promises to do. We know that God is worthy of our trust because He's already proven it. And because every promise of the Bible came true. Because of Jesus, we have all we need in our lives, and it's covered in God's grace. That's a pretty amazing thing to put our faith in. It's also important to know that faith gives us hope. Sometimes our lives as Christians are not easy, but trusting God does mean we have a future hope for something greater. We know that there's a heavenly home awaiting us, and that God has promised us something much better than a cookie. We know that there is a heavenly home awaiting us one day, and in that we can place our faith. Thank you. Thank you, Joe. That was a great message. Great. We pray that God will continue to use you in the future. Every creature you
Great job, Rebecca. Thank you for that wonderful song. Next we have a short story by David Roy Reduce. Praise the Lord. Praise the Lord. Today, I'm going to be telling the story about Father's love. This is based on a true story which illustrates God's unfailing love for each of us. On December 7th, 1988, an earthquake devastated the northern section of Armenia, killing an estimated 25,000 people in one small town. Directly after the earthquake, a father rushed to his son's school only to find that the school had been flattened and there was no sign of life. But he had no thought of turning back. He had often told his son, "No matter what, I will always be there for you when you need me." Through the prospects appeared hopeless. He had begun feverishly removing rubble from where he believed his son's classroom had been. Other parents only wailed hopelessly, "My son, my daughter." Some told the father to go home, that there was no chance of any of the kids to be alive. To which this loving father replied, "I made my son a promise I'd be there for him any time he needed me. I must continue to dig." Courageously, he proceeded alone. No one volunteered to help him. He simply had to know for himself, is my boy alive or is he dead? With strength and endurance beyond himself, the faithful, loving father continued to dig for 8 hours, then for 12 hours, for 24 hours, for 36 hours. Then on the 38th hour, as he heavied away a big, heavy piece of rubble, he heard voices. "Armin," he screamed. A child's voice responded, "Dad, it's me, Armin." Then I told the other kids, "Do not worry." I told them that if you were alive, you'd save me. And when you saved me, they'd be saved. You promised you would always be there for me. You did it, Dad. Moments later, the dad was helping his son Armin and his 13 other frightened, hungry, thirsty boys and girls climb out of the debris, free at last. When the building collapsed, these children had been spared in a tent like a pocket. The father lovingly carried his son home to his mother, where he was given the care he needed. When the townspeople praised Armin's dad, his exclamation was, "I promise my son, no matter what, I'll be there for you." Do you know that this is amazing about this? Do you know what is amazing about this story? We serve a heavenly Father who has done something even more miraculous than the Father in this story. The Bible tells us in John 3:16 that God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have everlasting life. Our Heavenly Father gave up his only Son so that we could become his children and have eternal life with him. This shows us how much God loves us more than anything in this world. In conclusion, on this Father's Day, we should not only remember our earthly fathers, but also our Father in heaven and everything that he has done for us. He has redeemed us and saved us from the rubble and darkness of this life, and we should never take that for granted. Thank you. Praise the Lord. That was a wonderful youth meeting, and especially today being Father's Day. I was looking back at the history of Father's Day. It was actually established in June 19th of 1910, so nearly 114 years ago. And it was founded by Sonra Smart Dodd in Arkansas. Actually, it was because of her father, who by himself raised 6 children after their mother died. And so in honor of his memory and amazing fathers like that, she started Father's Day, and that's one of the reasons we celebrate that today. But not just our earthly fathers, as many have been talking about today, we should also remember our Heavenly Father. As David writes in Psalm 103, verse 13, "The Lord is like a father to his children, tender and compassionate to those who fear him.
And as the Apostle Paul writes in Ephesians 5:1-2, follow God's example, therefore, as dearly loved children, and walk in the way of love, just as Christ loved us and gave himself up for us as a fragrant offering and sacrifice to God. That really is truly what I think the meaning of Father's Day is to live out our lives an example, just as Christ did for us. And I pray that God would continue to use each of us and continue to bless His church at this youth meeting. Now I'd like to turn it over to Pastor for the prayer and closing. Let us pray with God. Hallelujah, സ്തോത്രം. Hallelujah. ഇത്രയും സമയം മുതൽ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹീതമായൊരു ആരാധന യൂത്ത് മീറ്റിംഗ് ദൈവം നമുക്ക് നൽകി തന്നു. അതിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകം ചെയ്യുവാൻ പ്രിയ റോയ് തന്നെ കർത്താവ് സഹായിച്ചു. ലോകം ഒരുമിച്ച് എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കർത്താവിന്റെ സ്ഥാനം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽക്കാലത്തിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി പകലിനായി സ്തോത്രം ചെയ്യുന്ന ദൈവസന്നിധാനം ഞങ്ങൾ കടന്നു നിമിഷം മുതൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹീതമായ ആരാധന ഇന്ന് പകൽക്കാലം നൽകി തന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവിക വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. ആരാധനയ്ക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട യൂത്ത് മീറ്റിംഗ് വൈകി നടക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിന്റെ കർത്താവ് ലീഡ് ചെയ്യുവാൻ പ്രിയ റോയ് കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മീറ്റിംഗിലെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രോഗ്രാംസ് എല്ലാം ഭംഗിയായി അവതരിപ്പിക്കാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവരിലൂടെ ലഭിച്ച കർത്താവെ നല്ല കർത്താവെ പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. അവരുടെ താലന്തുകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിപ്പാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. അതെല്ലാം ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ ദൈവകൃപയിൽ വളർന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവ് ഈ മീറ്റിംഗിന്റെ ചുമതല വഹിക്കുന്ന വഹിക്കുന്ന പ്രിയ ദേശം കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. പ്രത്യേക അടുത്ത മാസത്തെ ടാലന്റ് ടെസ്റ്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് വളരെ അനുഗ്രഹമായി തീരുവാൻ യൂത്തും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരുപോലെ അതിൽ പങ്കുകൊട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവെ ടാലന്റ് ടെസ്റ്റ് നടക്കുവാൻ കർത്താവെ ഫെസ്റ്റ് നടക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ അടുത്ത ഓഗസ്റ്റ് നടക്കുന്ന വൈപിക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രോഗ്രാംസ് ഏറ്റ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഭംഗിയായി ചെയ്യുവാൻ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമേ. ഈ ആഴ്ചക്കാലം ഞങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ ജയോത്സവമായ ക്രിസ്തു നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ജോലി മേഖലകളിൽ ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവില് എല്ലാ കർത്താവിന്റെ കൃപ ചോദിക്കുന്നു. ഈ ആഴ്ച എല്ലാ കൂട്ടായ്മകളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം അനുഗ്രഹമാക്കി തീർക്കും. ഞങ്ങൾ പ്രകാരം അടുത്ത ദിവസങ്ങളിൽ കൂടി വരും വരെയും അവിടുത്തെ ഭദ്രമേരെ ചെറുകടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വനായി ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയിരിക്കാം. മനസ്സലിയുടെ മഹോന്നത കരുണേ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിയുടെ മഹോന്നത കരുണേ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച സംസർഗവും സഹവാസം കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മോർത്ത് പ്രാർത്ഥിപ്പിച്ചോട് ദിവസം എല്ലാ ഭവനങ്ങളോടും ലോകമോടുള്ള സർവ്വസ്ഥന്മാരുടെ കൂടെ കർത്താവിന്റെ വരവരെ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നമ്മെ എല്ലാവരും